NCC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഒന്നാമത്തെ ചോദ്യം, NCC സ്ഥാപിതമായ വർഷം 1948 ജൂലൈ 15. 1948 ജൂലൈ 15-നാണ് NCC സ്ഥാപിതമായത്. അടുത്ത ചോദ്യം, NCCയുടെ പൂർണ്ണരൂപം. ഉത്തരം നാഷണൽ കേഡറ്റ് കോർപ്സ്. നാഷണൽ കേഡറ്റ് കോർപ്സ് എന്നാണ് NCCയുടെ പൂർണ്ണരൂപം. മൂന്നാമത്തെ ചോദ്യം, NCC ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്? ഉത്തരം പ്രതിരോധ മന്ത്രാലയം. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലാണ് NCC വരുന്നത്. അടുത്ത ചോദ്യം, ആരുടെ അധ്യക്ഷതയിൽ ആണ് ഇന്ത്യൻ നാഷണൽ കേഡറ്റ് കോർപ്സ് കമ്മിറ്റി സ്ഥാപിതമായത്? ഉത്തരം പണ്ഡിറ്റ് ഹൃദയനാഥ് കുൻസ്രു. പണ്ഡിറ്റ് ഹൃദയനാഥ് കുൻസ്രുവിൻ്റെ അധ്യക്ഷതയിലാണ് നാഷണൽ കേഡറ്റ് കോർപ്സ് കമ്മിറ്റി സ്ഥാപിതമായത്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, NCCയിലെ ഏറ്റവും ഉയർന്ന റാങ്ക് ഏതാണ്? ഉത്തരം സീനിയർ അണ്ടർ ഓഫീസർ. സീനിയർ അണ്ടർ ഓഫീസറാണ് NCCയിലെ ഏറ്റവും ഉയർന്ന റാങ്ക്. അടുത്ത ചോദ്യം, NCC പതാകയിലെ നീലവര എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഉത്തരം ഇന്ത്യൻ നേവി. ഇന്ത്യൻ നേവിയാണ് NCC പതാകയിലെ നീലവര പ്രതിനിധീകരിക്കുന്നത്. അടുത്ത ചോദ്യം, NCC പതാകയിൽ NCC 17 ഡയറക്ടറേറ്റിനെ പ്രതിനിധീകരിക്കുന്ന പുഷ്പം ഏതാണ്? ഉത്തരം ലോട്ടസ്. NCCയിലെ 17 ഡയറക്ടറേറ്റിനെ പ്രതിനിധീകരിക്കുന്ന പുഷ്പം ലോട്ടസ് ആണ്. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഒട്ടാകെ നിലവിൽ എത്ര NCC ഡയറക്ടറേറ്റുകൾ ഉണ്ട്? ഉത്തരം 17 ഡയറക്ടറേറ്റ്. ഇന്ത്യയിലൊട്ടാകെ NCCയുടെ 17 ഡയറക്ടറേറ്റുകളാണ് ഉള്ളത്. അടുത്ത ചോദ്യം, NCC പതാകയിലെ ചുവപ്പ് നിറം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഉത്തരം ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമിയെയാണ് NCC പതാകയിലെ ചുവപ്പ് നിറം പ്രതിനിധീകരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, NCCയുടെ ആദ്യ ഡയറക്ടറേറ്ററായി നിയമിതനായത് ആര്? ഉത്തരം കേണൽ KJ ബാബർ. കേണൽ KJ ബാബറാണ് NCCയുടെ ആദ്യ ഡയറക്ടറേറ്ററായി നിയമിതനായത്. അടുത്ത ചോദ്യം, ANOയുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം അസോസിയേറ്റ് NCC ഓഫീസേഴ്സ്. അസോസിയേറ്റ് NCC ഓഫീസേഴ്സ് എന്നാണ് ANOയുടെ പൂർണ്ണരൂപം. അടുത്ത ചോദ്യം, എത്ര തരം സല്യൂട്ട് ഉണ്ട്? ഉത്തരം 3 തരം. 3 തരം സല്യൂട്ടാണ് ഉള്ളത്. അടുത്ത ചോദ്യം, സ്വാമി വിവേകാനന്ദൻ ആരുടെ ശിഷ്യനായിരുന്നു? ഉത്തരം ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ശിഷ്യനായിരുന്നു സ്വാമി വിവേകാനന്ദൻ. അടുത്ത ചോദ്യം, ഭഗത് സിംഗിൻ്റെ ജനനസ്ഥലം? ഉത്തരം പഞ്ചാബ്. പഞ്ചാബിലാണ് ഭഗത് സിംഗ് ജനിച്ചത്. അടുത്ത ചോദ്യം, ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമാണ്? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ലാൽ ബഹദൂർ ശാസ്ത്രിയുടേത് ആണ്. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം? ഉത്തരം 1919. 1919-ലാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് അറിയപ്പെട്ടത്. അടുത്ത ചോദ്യം, NCCയിൽ അംഗമാകുന്ന വ്യക്തിയെ വിളിക്കുന്ന പേര്? ഉത്തരം കേഡറ്റ്. കേഡറ്റ് എന്നാണ് NCCയിൽ അംഗമാകുന്ന വ്യക്തിയെ വിളിക്കുന്ന പേര്. 19ാമത്തെ ചോദ്യം, NCC പതാകയിലെ ചുവപ്പ് നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം കരസേന. NCC പതാകയിലെ ചുവപ്പ് നിറം കരസേനയെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ NCC പതാകയിലെ ആകാശ നീലവര സൂചിപ്പിക്കുന്നത് എയർഫോഴ്സിനെയാണ്. അടുത്ത ചോദ്യം, NCC പതാകയിൽ എത്ര നിറങ്ങൾ ഉണ്ട്? ഉത്തരം 3. 3 നിറങ്ങളാണ് NCC പതാകയിൽ ഉള്ളത്.
21ാമത്തെ ചോദ്യം NCCയുടെ ഗാനം എഴുതിയത് ആരാണ്? ഉത്തരം സുദർശൻ ഫക്കീർ. സുദർശൻ ഫക്കീറാണ് NCCയുടെ ഗാനം എഴുതിയത്. 22ാമത്തെ ചോദ്യം NDAയുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം നാഷണൽ ഡിഫൻസ് അക്കാദമി. നാഷണൽ ഡിഫൻസ് അക്കാദമി എന്നാണ് NDAയുടെ പൂർണ്ണരൂപം. അടുത്ത ചോദ്യം NDA എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പൂനെ. പൂനെയിലാണ് NDA സ്ഥിതി ചെയ്യുന്നത്. 24ാമത്തെ ചോദ്യം OTAയുടെ പൂർണ്ണരൂപം എന്താണ്? ഓഫീസർ ട്രെയിനിങ് അക്കാദമി. ഓഫീസർ ട്രെയിനിങ് അക്കാദമി എന്നാണ് OTAയുടെ പൂർണ്ണരൂപം. 25ാമത്തെ ക്വസ്റ്റ്യൻ സാരേ ജഹാംസെ അച്ഛ എഴുതിയത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. മുഹമ്മദ് ഇക്ബാലാണ് സാരേ ജഹാംസെ അച്ഛ എഴുതിയത്. 26ാമത്തെ ചോദ്യം ലോക യോഗാ ദിനം എന്നാണ്? ഉത്തരം ജൂൺ 21. ജൂൺ 21-നാണ് ലോക യോഗാ ദിനം. 27ാമത്തെ ചോദ്യം NCCയുടെ ആദ്യ ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം കേണൽ ജിജി ബൈബർ. 28ാമത്തെ ചോദ്യം ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം അമൃത്സർ. അമൃത്സറിലാണ് ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്നത്.